നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചാണ്. ചരിത്രം എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? ഹിസ്റ്റോറിയ എന്ന ഗ്രേക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് വന്നത്. അതിനർത്ഥം അന്വേഷണം അല്ലെങ്കിൽ വിവരമെന്നാണ്. മനുഷ്യരാശിയുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ച് ചിട്ടയായ ഒരു വിവരണം നൽകുന്ന ഒന്നാണ് ചരിത്രം. ചരിത്രത്തിന് പല നിർവചനങ്ങളുമുണ്ട്. അരിസ്റ്റോട്ടിൽ ചരിത്രത്തെ മാറ്റമില്ലാത്ത ഭൂതകാലത്തിന്റെ വിവരണമെന്ന് വിശേഷിപ്പിച്ചു. കാർ പറയുന്നതനുസരിച്ച് ചരിത്രകാരനും വസ്തുതകളും തമ്മിലുള്ള നിരന്തരമായ ഒരു ആശയവിനിമയ പ്രക്രിയയാണ് ചരിത്രം. അതായത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള സംവാദം. ഏണസ്റ്റ് ബേൺഹൈം അതിനെ മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമായി കണ്ടു. അതേസമയം തോമസ് കാർലൈൽ ചരിത്രത്തെ മഹാന്മാരായ മനുഷ്യരുടെ ജീവചരിത്രമെന്ന് വിശേഷിപ്പിച്ചു. ചരിത്രരചനയും ചരിത്ര സ്രോതസ്സുകളും. ചരിത്രമെഴുതുന്ന കലയെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ചരിത്രരചനയുടെ ചരിത്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചരിത്രരചനയുടെ ആശയങ്ങളും വിദ്യകളും എങ്ങനെ പരിണമിച്ചു എന്നും ഇത് വിശദമാക്കുന്നു. ചരിത്രത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സാമഗ്രികളെയാണ് ചരിത്ര സ്രോതസ്സുകളെന്ന് വിളിക്കുന്നത്. ഇവയെ പ്രധാനമായും ഭൗതിക സ്രോതസ്സുകളെന്നും സാഹിത്യ സ്രോതസ്സുകളെന്നും രണ്ടായി തിരിക്കാം. ഭൗതിക സ്രോതസ്സുകൾ: നാണയങ്ങൾ, മൺപാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പുരാതന ഭവനങ്ങളുടെയും നഗരങ്ങളുടെയും അവശിഷ്ടങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, അമ്പലങ്ങൾ, പാറകളിലും സ്തംഭങ്ങളിലും കാണുന്ന ലിഖിതങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. പുരാവസ്തു ഗവേഷണം എന്നത് പുരാതന വസ്തുക്കളും സ്മാരകങ്ങളും വിശകലനം ചെയ്ത് ഭൂതകാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രമാണ്. സാഹിത്യ സ്രോതസ്സുകൾ: യാത്രാവിവരണങ്ങൾ, കവിതകൾ, ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ, ഡയറിക്കുറിപ്പുകൾ, മതഗ്രന്ഥങ്ങൾ തുടങ്ങിയവ ഇതിൽ വരുന്നു. ഇസ്ലാമിക ചരിത്രം. ഇസ്ലാമിക ചരിത്രമെന്നത് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിന്റെയും നേട്ടങ്ങളുടെയും എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പഠനശാഖയാണ്. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള അറേബ്യൻ ചരിത്രം മുതൽ പ്രവാചകന്റെയും ഖലീഫമാരുടെയും കാലഘട്ടങ്ങളിലൂടെ വിവിധ രാജവംശങ്ങളുടെ കീഴിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ വികാസം വരെ ഇതിലുൾപ്പെടുന്നു. അറബിയിൽ ചരിത്രം എന്നതിനുപയോഗിക്കുന്ന വാക്കാണ് താരിഖ്. താരീഖ് ഇസ്ലാം എന്നാൽ ഇസ്ലാമിക ജനതയുടെ ചരിത്രമെന്നാണ് അർത്ഥം. ഇസ്ലാമിക ചരിത്രത്തിന്റെ സ്രോതസ്സുകൾ. ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഖുറാനും ഹദീസുമാണ്. ഇതിനു പുറമെ പുരാവസ്തു സ്മാരകങ്ങളും ചരിത്രരചനകളും സ്രോതസ്സുകളായി ഉപയോഗിക്കുന്നു. ചില പ്രധാന ചരിത്രരചനകൾ ഇവയാണ്: ദീവാനുൽ അറബ്സ്, ഇസ്ലാമിനു മുമ്പുള്ള കവിതകൾ; അയ്യാമുൽ അറബ്സ്, ഗോത്രയുദ്ധങ്ങളുടെ കഥകൾ; സിറാ സാഹിത്യം, ജീവചരിത്രങ്ങൾ. ഇബ്ൻ ഖൽദൂൻ മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കൃതി യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്നതാണ്. അദ്ദേഹത്തിന്റെ മുഖദ്ദിമ എന്ന കൃതി ചരിത്ര തത്വചിന്തയെക്കുറിച്ചുള്ള ഒരു മഹത്തായ രചനയായി കണക്കാക്കുന്നു. ഇസ്ലാം മതം. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന പ്രസ്താവന ഈ വിശ്വാസത്തെയാണ് ഉറപ്പിക്കുന്നത്. തൗഹീദ് എന്ന് അറബിയിൽ പറയുന്ന ഈ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ കാതൽ. ഇസ്ലാം എന്ന അറബി വാക്കിനർത്ഥം സമർപ്പണം, അനുസരണം എന്നൊക്കെയാണ്. ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക എന്നതാണ് ഒരു മതമെന്ന നിലയിൽ ഇതിന്റെ അർത്ഥം. സമാധാനമെന്നും ഈ വാക്കിന് ഒരർത്ഥമുണ്ട്. ഇസ്ലാമിലെ 5 സ്തംഭങ്ങൾ. ഇസ്ലാമിലെ നിർബന്ധിത അനുഷ്ഠാനങ്ങളാണ് ഈ 5 സ്തംഭങ്ങൾ. വിശ്വാസപ്രഖ്യാപനം, അതായത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുക. നമസ്കാരം അഥവാ പ്രാർത്ഥന. ദിവസവും 5 നേരം നമസ്കരിക്കണം. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഖുതുബ എന്നറിയപ്പെടുന്ന പ്രഭാഷണമുണ്ടാവും. സക്കാത്ത് അഥവാ ദാനം. സാമ്പത്തിക ശേഷിയുള്ള ഓരോ മുസ്ലിമും തന്റെ സമ്പാദ്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പാവപ്പെട്ടവർക്ക് നൽകണം. നോമ്പ് അഥവാ റമളാൻ. ഇസ്ലാമിക കലണ്ടറിലെ 9ാം മാസമായ റമളാനിൽ മുതിർന്ന മുസ്ലിംകൾ പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുക്കണം. ഹജ്ജ് അഥവാ തീർത്ഥാടനം. ശാരീരികവും സാമ്പത്തികവുമായി കഴിവുള്ള ഓരോ മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഇന്ത്യയിലേക്ക് ഇസ്ലാം മതം ആദ്യമായി എത്തുന്നത് കേരളത്തിൽ അറബ് വ്യാപാരികളിലൂടെയാണ്. അന്നത്തെ കൊടുങ്ങല്ലൂരിലെ ഹിന്ദു ഭരണാധികാരികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി പണിയാൻ മുസ്ലിംകളെ സഹായിച്ചത്. ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം.